എൻ്റെ അഭിഭാഷക ജീവിതത്തിനിടയ്ക്ക് നല്ലൊരു ഭാഗം ഈ എടപ്പള്ളി പരിസരത്ത് താമസിക്കാനിടയായ ഭാഗ്യം സിദ്ധിച്ച ഒരാളാണ് ഞാൻ ആദ്യം താമസിച്ചത് ഇവിടെ ഇരിക്കുന്ന ഉഷ മാഡത്തിൻ്റെ വീട്ടിലെ ഒരു ടെനൻ്റായിട്ടായിരുന്നു. അതിനുശേഷം BTS മാമംഗലം ക്രോസ് റോഡിൽ താമസിച്ചു. ആ കാലഘട്ടത്തിൽ എനിക്ക് ദിവംഗതനായ രാമചന്ദ്രനുമായി അടുത്ത പരിചയമുണ്ടായിരുന്നു. രാമചന്ദ്രൻ തൻ്റെ ജീവിതത്തിൻ്റെ നല്ലൊരു ഭാഗം കഠിനാധ്വാനം ചെയ്ത് അത്യാവശ്യം സാമ്പത്തിക സ്രോതസ്സുകൾ ഉണ്ടാക്കി കുടുംബജീവിതം നയിച്ചു വരികയെ സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ സജീവമായി പ്രവർത്തിച്ച ഒരാളായിരുന്നു. ആ കാലഘട്ടത്തിൽ ആണ് ഞാൻ അദ്ദേഹവുമായിട്ട് പരിചയപ്പെടുന്നത്. അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം രാജ്യ താൽപ്പര്യത്തിന് വേണ്ടി ജീവിക്കുക, ദേശീയ ബോധമുണ്ടാക്കുക സമൂഹത്തിൽ എന്നുള്ളതായിരുന്നു. അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട ദേശഭക്തി ഗാനം പരമപവിത്രമതാമീ മണ്ണിൽ ഭാരതാംബയെ പൂജിക്കാൻ പുണ്യവാഹിനി സേചനമേൽക്കും പൂങ്കാവനങ്ങളുണ്ടിവിടെ, ഇലയും ഇതളും പൂവും മൊട്ടും ഇറുത്തെടുത്തർപ്പിച്ചിടാൻ തലകുമ്പിട്ട് തരും പൂങ്കൊമ്പുകൾ തഴച്ചു വളരുന്നുണ്ടിവിടെ എന്നുള്ള വളരെ ഗാഢമായ ദേശസ്നേഹം നിറഞ്ഞ ദേശഭക്തി ഗാനം അദ്ദേഹം ഉരുവിടുമായിരുന്നു. എനിക്ക് വ്യക്തിപരമായിട്ടറിയാം. ആ ദേശഭക്തി ഗാനത്തെ സാക്ഷാത്കരിക്കുമാർ പഹൽഗാം ആക്രമണത്തിൽ ഭാരതത്തിൻ്റെ പ്രതീകമായി, ഭാരതത്തിൻ്റെ ജനങ്ങളുടെ പ്രതീകമായി ആ പുഷ്പം സ്വയം തലകുനിച്ച് ഇറുത്ത് ഭാരതമാതാവിൻ്റെ കാൽക്കലർപ്പിക്കുകയായിരുന്നു. ഒരു നിയോഗം പോലെ. നമുക്കെല്ലാവർക്കും അറിയാം, ഒരു തീവ്രവാദി ആക്രമണത്തിൻ്റെ ഭാഗമായിട്ടാണ് അത് സംഭവിച്ചത്. ലോകത്തിൽ തീവ്രവാദ ആക്രമണങ്ങൾ ഏറ്റവും അധികം ഏറ്റുവാങ്ങിയ ഒരു രാജ്യം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇസ്രായേൽ അല്ല, ലെബനൻ അല്ല, പലസ്തീനല്ല. ലോകത്തിൽ ഏറ്റവും അധികം ആളുകൾ തീവ്രവാദ ആക്രമണത്തിൽ മരിച്ചു വീണത് ഏത് നാട്ടിലാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പലസ്തീനിലല്ല, ലെബനനിലല്ല, മറ്റെങ്ങുമല്ല, ഭാരതത്തിലാണ്. കുറച്ച് തീവ്രവാദി ആക്രമണത്തിൻ്റെ ഡാറ്റ ഞാൻ ശേഖരിച്ചിട്ടുണ്ട്. അത് ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നു. 1993 മാർച്ച് മാസം 12-ാം തീയതി ബോംബെയിൽ തീവ്രവാദി ആക്രമണം നടന്നു. 12 ബോംബുകൾ ഒരേ സമയം കോർഡിനേറ്റഡ് ആയിട്ട് പൊട്ടിച്ചു. 257 ജീവനുകൾ നശിച്ചു. 1400 പേര് ആക്രമണത്തിനെതിരെയായി. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, എയർ ഇന്ത്യ ബിൽഡിംഗ്, അനേകം ഹോട്ടലുകൾ തകർക്കപ്പെട്ടു. ഇത് 93 മാർച്ച് മാസം. 96 ഡൽഹിയിലെ ലാജ്പത് നഗറിൽ തീവ്രവാദി ആക്രമണമുണ്ടായി. 13 സാധാരണക്കാർ കൊല്ലപ്പെട്ടു, 39 പേർക്ക് പരിക്കേറ്റു. ജമ്മു കാശ്മീർ ലിബറേഷൻ ഫ്രണ്ട് എന്നുള്ള ഒരു സംഘടന ISIയുടെ സഹായത്തോടു കൂടിയായിരുന്നു അത് ചെയ്തത്. 1998 ഫെബ്രുവരി 14-ാം തീയതി കോയമ്പത്തൂർ ബ്ലാസ്റ്റുകൾ ഉണ്ടായി. അന്നത്തെ നേതാവായിരുന്ന LK അദ്വാനിയുടെ ഒരു പ്രകടനത്തിന്, ഒരു മാർച്ചിന് മുന്നോടിയായിട്ടായിരുന്നു അത്. 12 ബോംബുകളാണ് കോയമ്പത്തൂര് പൊട്ടിയത്. 58 പേര് മരിച്ചു, 200 പേർക്ക് പരിക്ക് പറ്റി. അൽ ഉമ എന്ന് പറയുന്ന ഇന്ത്യൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു തീവ്രവാദി സംഘടനയായിരുന്നു അതിൻ്റെ പുറകിൽ. 99 ഡിസംബർ 24-ാം തീയതി ഇന്ത്യയുടെ ഒരു വിമാനം ഹൈജാക്ക് ചെയ്യപ്പെട്ടു. നമുക്കെല്ലാം ഓർമ്മ കാണും ആ കാര്യങ്ങൾ. 2000 ഡിസംബർ 22-ാം തീയതി ചെങ്കോട്ടയിൽ, ഡൽഹിയിൽ ബോംബ് പൊട്ടി.
2 പട്ടാളക്കാർ മരിച്ചു, ഒരു സിവിലിയൻ മരിച്ചു, ഒരു സെക്യൂരിറ്റി ഗാർഡ് മരിച്ചു. റെഡ് ഫോർട്ടിനെ ആക്രമിച്ചത് ആളെ കൊല്ലാനായിരുന്നില്ല. റെഡ് ഫോർട്ടിനെ ആക്രമിച്ചത് ഇന്ത്യയുടെ പരമാധികാരത്തെ ചോദ്യം ചെയ്യാനായിരുന്നു. ലഷ്കർ എ തൈബ എന്ന് പറയുന്ന സംഘടനയായിരുന്നു അതിൻ്റെ പുറകില്. 2001 ഡിസംബർ 13 നമ്മുടെ പാർലമെന്റ്, ഭാരത ജനാധിപത്യത്തിന്റെ സിംബലായിട്ടുള്ള പാർലമെന്റ് തീവ്രവാദികൾ ആക്രമിച്ചു. ലോകത്ത് ഒരു പക്ഷെ വേറെ എങ്ങും ആ തരത്തിലുള്ള ഒരു ആക്രമണം ഒരു രാജ്യത്തിന്റെ, ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിന്റെ പാർലമെന്റ് ആക്രമിക്കപ്പെട്ടു. 5 തീവ്രവാദികൾ ആണ് അത് ചെയ്തത്. 9 പേര് കൊല്ലപ്പെട്ടു. അഫ്സൽ ഗുരു എന്ന് പറയുന്ന ഒരു തീവ്രവാദിയായിരുന്നു അതിൻ്റെ പുറകില് ആസൂത്രകനായിട്ടുണ്ടായിരുന്നത്. 2002 24 സെപ്റ്റംബർ അക്ഷർധാം ക്ഷേത്രം തകർക്കപ്പെട്ടു. 2005 ഒക്ടോബർ 29 ഡൽഹിയിൽ വീണ്ടും തീവ്രവാദി ആക്രമണം നടന്നു. അതിൻ്റെ പിന്നിൽ ബബ്ബൽ ഖൽസയായിരുന്നു. പക്ഷേ ആ ആക്രമണത്തിന് സഹായം നൽകിയത് മറ്റ് തീവ്രവാദ സംഘടനകളായിരുന്നു. 2006 ബോംബെയില് ട്രെയിനുകൾ ബോംബുകൾ വെക്കപ്പെട്ടു. 7 ബോംബുകൾ ഏകദേശം ഒരേ സമയം തിങ്ങി നിറഞ്ഞിരുന്ന സബർബൻ ട്രെയിനുകൾ. നിങ്ങൾക്കറിയാം ബോംബെയിലെ സബർബൻ ട്രെയിനുകളുടെ തിരക്ക്. 7 ബോംബുകൾ ഒരേ സമയം, ഏകദേശം ഒരേ സമയം പൊട്ടി. 209 പേര് മരിച്ചു, 800 പേർക്ക് പരിക്കേറ്റു. 2006 സെപ്റ്റംബർ 8 മാലേഗാവ് മഹാരാഷ്ട്രയിൽ ബോംബ് പൊട്ടി, 40 പേര് മരിച്ചു, 125 പേർക്ക് പരിക്കേറ്റു. സിമി എന്ന് പറയുന്ന ഒരു സംഘടനയായിരുന്നു അതിൻ്റെ പിന്നിൽ. 2007 സംജോത എക്സ്പ്രസ് എന്ന് പറയുന്ന തീവണ്ടിയിൽ ബോംബ് വെച്ചു, 42 പേര് മരിച്ചു. 2008 ജൂലൈയിൽ അഹമ്മദാബാദിൽ ഒരു സീരിയൽ ബോംബ് ബ്ലാസ്റ്റ് നടന്നു. ഏകദേശം 8 മിനിറ്റിനുള്ളിൽ 17 ബോംബുകൾ പൊട്ടി. സീരിയൽ ബോംബ് 17 ബോംബുകൾ പൊട്ടി. 56 പേര് മരിച്ചു, 200 പേർക്ക് പരിക്കേറ്റു. ഇന്ത്യൻ മുജാഹിദീൻ എന്ന് പറയുന്ന സംഘടനയായിരുന്നു അതിൻ്റെ പിന്നിൽ. വീണ്ടും 2008 മുംബൈയിൽ ബോംബാക്രമണം നടന്നു. ലഷ്കർ എ തൊയ്ബയായിരുന്നു. മരിച്ചത് 171 പേരാണ്, 800 പേർക്ക് പരിക്കേറ്റു. അതിനുശേഷം 2015 മണിപ്പൂരിൽ ഒരു ആക്രമണം നടന്നു. തീവ്രവാദി ആക്രമണമായിരുന്നു. നാഷണൽ സോഷ്യലിസ്റ്റ് കൗൺസിൽ ഓഫ് നാഗാലാൻഡ് എന്ന് പറയുന്ന സംഘടന നടത്തിയ ആക്രമണമായിരുന്നു. 176 പേര് മരിച്ചു, 15 പേർക്ക് പരിക്കേറ്റു. പക്ഷേ ഈ ആക്രമണത്തിന്, ഈ മരണത്തിനൊരു വ്യത്യാസമുണ്ടായിരുന്നു. കാരണം ആ 176 പേര് മരിച്ചപ്പോൾ അതിൽ 156 പേര് തീവ്രവാദികളായിരുന്നു മരിച്ചത്. സർക്കാർ സംവിധാനം ശക്തമായി തിരിച്ചടിച്ചു. 176 മരണങ്ങളിൽ 156 പേര് തീവ്രവാദികളായിരുന്നു. ഒരു പക്ഷേ അത്രയും വലിയ ഒരു തിരിച്ചടി അതിനു മുമ്പ് തീവ്രവാദികൾക്ക് ഉണ്ടായിട്ടില്ല. 2016 ജനുവരിയിൽ പത്താൻകോട്ടിൽ ബോംബാക്രമണം ഉണ്ടായി, 7 പേര് മരിച്ചു. 2016 സെപ്റ്റംബറിൽ ഉറി ആക്രമണം നടന്നു, 23 പേര് മരിച്ചു. 14 ഫെബ്രുവരി 2019 പുൽവാമയിൽ ആക്രമണം നടന്നു, 40 പേരാണ് മരിച്ചത്, 35 പേർക്ക് പരിക്കേറ്റു. ഒടുവിൽ നടന്ന പഹൽഗാമിലെ ആക്രമണത്തിൽ 26 പേര് മരിച്ചു, 20 പേർക്ക് പരിക്കേറ്റു. അതിനുശേഷം 25 നവംബർ 10 ഡൽഹിയിലെ ഒരു കാറില് ബോംബ് നിറച്ചു കൊണ്ടുവന്ന ഒരു കാറ് പൊട്ടിത്തെറിച്ചു, 15 പേര് മരിച്ചു, 20 പേർക്ക് പരിക്കേറ്റു. ഇത് ഇന്ത്യയിലെ തീവ്രവാദി ആക്രമണങ്ങളുടെ പൂർണ്ണമായ ഒരു പട്ടികയല്ല. അനേകം ആക്രമണങ്ങൾ നടന്നതിൽ പ്രധാനപ്പെട്ട ആക്രമണങ്ങൾ മാത്രമാണ് ഞാൻ പറയുന്നത്. ഇത്രയധികം തീവ്രവാദി ആക്രമണങ്ങൾ, മരണങ്ങൾ ലോകത്തിലെ വേറെ ഒരു രാജ്യത്തിനും ഉണ്ടായിട്ടില്ല. തീവ്രവാദി ആക്രമണങ്ങളുടെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ എന്താണ് തീവ്രവാദി ആക്രമണം, മറ്റ് യുദ്ധവും തീവ്രവാദി ആക്രമണവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഭീകരത സൃഷ്ടിക്കാൻ വേണ്ടി നിരപരാധികളെ കൊല്ലുന്ന, സിവിലിയന്മാരെ കൊല്ലുന്ന
പട്ടാളക്കാരോട് യുദ്ധം ചെയ്തിട്ടല്ല, സിവിലിയന്മാരെ കൊല്ലുന്ന പ്രവണതയാണ്. അങ്ങനെ നോക്കിയാൽ ആ അർത്ഥത്തിൽ ഭാരതം തീവ്രവാദി ആക്രമണം നേരിട്ടത് ഈ 70കളിലോ 90കളിലോ അല്ല. തീവ്രവാദി ആക്രമണങ്ങളുടെ വലിയ ഒരു പാരമ്പര്യം ഭാരതത്തിന്റെ ചരിത്രത്തിലുണ്ട്. 1100കളില് മുഹമ്മദ് ഗസ്നി ഭാരതത്തെ ആക്രമിച്ചു. ഒരു പ്രാവശ്യമല്ല, 17 പ്രാവശ്യം ആക്രമിച്ചു. ഒരു യുദ്ധമുണ്ടായില്ല, 17 പ്രാവശ്യം വന്ന് സോമനാഥ ക്ഷേത്രം ആക്രമിച്ച് ആളുകളെ കൊലപ്പെടുത്തി അവിടെ നിന്ന് കൊള്ളയടിച്ചുകൊണ്ട് പോയി. മുഹമ്മദ് ഗോറി 17 പ്രാവശ്യം ഭാരതത്തെ ആക്രമിച്ചു. ആ 17 പ്രാവശ്യവും പൃഥ്വിരാജ് ചൗഹാൻ എന്ന് പറയുന്ന അവിടുത്തെ രാജാവ് മുഹമ്മദ് ഗോറിക്ക് മാപ്പ് കൊടുത്തു, തിരിച്ചയച്ചു. ചരിത്രം പറയുന്നത് ഓരോ ആക്രമണത്തിൽ പരാജയപ്പെടുമ്പോഴും തൻ്റെ വേദപുസ്തകത്തിൽ കൈവച്ചുകൊണ്ട് മുഹമ്മദ് ഗോറി പറയും, ഞാൻ ചെയ്തത് തെറ്റായി പോയി, ക്ഷമിക്കണം എന്ന് പറയും. പൃഥ്വിരാജ് ചൗഹാൻ അദ്ദേഹത്തെ തിരിച്ചയച്ചു 17 പ്രാവശ്യം. 18ാമത്തെ പ്രാവശ്യം മുഹമ്മദ് ഗോറി വന്ന് പൃഥ്വിരാജ് ചൗഹാനെ പരാജയപ്പെടുത്തി. വിദേശ ആക്രമണത്തിന്റെ, ഒരുപക്ഷെ വിദേശ ഭരണത്തിന്റെ ആദ്യത്തെ കാൽവയ്പ്പുകളായിരുന്നു അത്. അന്ന് പറയുന്നത്, ചരിത്രം പറയുന്നത്, മുഹമ്മദ് ഗോറിയും മുഹമ്മദ് ഗസ്നിയും ഒക്കെ വന്നത് വിരലിൽ എണ്ണാവുന്ന പട്ടാളക്കാരുമായിട്ടാണ്. അന്ന് സോമനാഥ ക്ഷേത്രത്തിൽ കൂടിയിരുന്ന ആളുകള് എല്ലാവരും കൂടെ ഒന്ന് തുപ്പിയിരുന്നെങ്കിൽ അതിന് മാത്രം ആളുകൾ ഉണ്ടായിരുന്നു, ഇവരൊഴുകിപ്പോയേനെ എന്നാണ് പറയുന്നത്. ചെയ്തില്ല. എല്ലാവരും ഹരഹര മഹാദേവ വിളിച്ച് ശിവലിംഗത്തെ കെട്ടിപ്പിടിച്ചിരുന്നു. രാജ്യം സംഘടിതമായിരുന്നില്ല, ജനങ്ങൾ സംഘടിതരായിരുന്നില്ല. രാജ്യരക്ഷയ്ക്ക് വേണ്ടി ജീവത്യാഗം ചെയ്യാൻ ആരും മുന്നോട്ട് വന്നില്ല. എല്ലാവരും ഭഗവാനെ പ്രാർത്ഥിച്ചു, ഈശ്വര രക്ഷിക്കണേ എന്ന്. തന്നെ തന്നെ രക്ഷിക്കാത്തവനെ ഈശ്വരൻ പോലും രക്ഷിക്കുകയില്ല എന്നുള്ള അടിസ്ഥാന പ്രമാണം മറന്നുകൊണ്ട്. വാസ്തവത്തിൽ ആ സ്വഭാവം, ഭാരതീയന്റെ സ്വഭാവം പിന്നെയും ഒരുപാട് പിന്തുടർന്നു. ഇന്ന് മാറ്റങ്ങൾ വന്നു തുടങ്ങിയിരിക്കുകയാണ്. അഫ്സൽ ഗുരുവിനെ ഭാരതത്തിന്റെ നീതിന്യായ കോടതി കുറ്റവാളിയാണെന്ന് കണ്ട് തൂക്കിക്കൊല്ലാൻ വിധിച്ചപ്പോൾ അതിനെതിരെ ശബ്ദമുയർത്താൻ നമ്മുടെ രാജ്യത്തിലെ ചില സംഘടനകളും ചില ബുദ്ധിജീവികളും തയ്യാറായി എന്ന് നിങ്ങളൊന്ന് ഓർത്തു നോക്കുക. അഫ്സൽ ഗുരുവിന് വേണ്ടി വാദിക്കാൻ, നിയമപരമായിട്ട് പോരാട്ടം നടത്താൻ, അത് സംഘടനകൾ മാത്രമല്ല, ആ അഫ്സൽ ഗുരുവിന് അനുകൂലമായിട്ടുള്ള മുദ്രാവാക്യങ്ങൾ ഭാരതത്തിലെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റിയായ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ അഫ്സൽ ഗുരുവിന് വേണ്ടി മുദ്രാവാക്യങ്ങൾ ഉയർന്നു. ആസാദിക്ക് വേണ്ടിയിട്ടുള്ള മുദ്രാവാക്യങ്ങൾ ഉയർന്നു. എന്താണ് ആസാദി? ഇന്ത്യയിൽ കിട്ടാത്ത ആസാദി ഏത് ഇന്ത്യൻ പൗരനാണ് ഏത് നാട്ടിലാണ് കിട്ടുക? ലോകത്തിലെ ഏറ്റവും ജസ്റ്റിസ്, ഇക്വാലിറ്റി എന്നൊക്കെ പറയുന്ന ഫ്രാൻസിലോ ഇംഗ്ലണ്ടിലോ അമേരിക്കൻ ഐക്യനാടുകളിലോ ഉള്ളതിനേക്കാൾ കൂടുതൽ സ്വാതന്ത്ര്യം ഭാരതത്തിലില്ലേ? നിങ്ങൾക്ക് ഈ വേദിയിൽ, എനിക്ക് ഈ വേദിയിൽ നിന്ന് ഇന്ത്യൻ പ്രസിഡന്റിനെയോ ഇന്ത്യൻ പ്രധാനമന്ത്രിയെയോ ഇന്ത്യൻ കരസേനാ മേധാവിയെയോ ഉച്ചൈസ്തരം തെറി വിളിച്ചുകൊണ്ട് ഞാൻ ഇറങ്ങിപ്പോയാലും എനിക്കൊരു ചുക്കും സംഭവിക്കില്ല. ഇന്ത്യയുടെ ജനാധിപത്യത്തിന്റെ, നമ്മുടെ ഭരണഘടന നമുക്ക് നൽകുന്ന സ്വാതന്ത്ര്യത്തിന്റെ അളവെത്രയാണെന്ന് നിങ്ങൾ നോക്കുക. ആ അളവിൽ പോലും ആ സ്വാതന്ത്ര്യം ദുരുപയോഗം ചെയ്തുകൊണ്ട് രാജ്യവിരുദ്ധമായ, രാഷ്ട്രവിരുദ്ധമായ മുദ്രാവാക്യങ്ങൾ ഉയർത്താനും തീവ്രവാദികൾക്ക് വേണ്ടി നിലകൊള്ളാനും നമ്മുടെ നാട്ടിലെ ഏതാനും ബുദ്ധിജീവികളും സംഘടനകളും ഒരുപാട് മാധ്യമങ്ങളും മുന്നോട്ട് വരുന്നു എന്നുള്ളത് വളരെ ദുഷ്കരം, നമ്മളെയെല്ലാം വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഈ മാധ്യമങ്ങളുടെ പ്രചരണങ്ങൾ, ഈ ബുദ്ധിജീവികളുടെ പ്രചരണങ്ങൾ എന്തുമായിക്കോട്ടെ, തീവ്രവാദത്തിനെതിരെ
സീറോ ടോളറൻസ് എന്ന് പറയുന്ന ഒരു നിലപാടെടുത്ത് കഴിഞ്ഞ 20-30 വർഷമായിട്ട് ഇന്ത്യ മുന്നോട്ട് പോവുകയാണ്. ഞാൻ കഴിഞ്ഞ 14 വർഷത്തെ കഥയല്ല പറയുന്നത്. കഴിഞ്ഞ 10-30 വർഷമായിട്ട് ഭാരതത്തിന്റെ സർക്കാർ തീവ്രവാദത്തിനെതിരെ ശക്തമായ നിലപാടുകളെടുത്ത് സീറോ ടോളറൻസ്, അത് ആ തീവ്രവാദി ആക്രമണം ഇന്ത്യയിലായാലും ശരി, പാകിസ്ഥാനിലായാലും ശരി, പലസ്തീനിലാണെങ്കിലും ശരി, ഇസ്രയേലിലാണെങ്കിലും ശരി, നാം അനുവദിച്ചു കൊടുക്കുകയില്ല എന്ന് വ്യക്തമായിട്ട് പറഞ്ഞ് തീവ്രവാദത്തെ മുളയിലെ നുള്ളിക്കളയാനുള്ള, അതിൻ്റെ വേരുകൾ കണ്ടെത്തി ആ വേരുകൾ അറുത്തു മാറ്റാനുള്ള നടപടിക്രമങ്ങൾ ഭാരതത്തിന്റെ ഭരണകൂടം സ്വീകരിക്കുന്നു എന്നുള്ളത് നമുക്ക് ഏറ്റവും സന്തോഷപ്രദമായിട്ടുള്ള കാര്യമാണ്. പഹൽഗാം സംഭവിച്ചത് കാശ്മീരിലാണ്. ഒരു 20 വർഷം മുമ്പുള്ള കാശ്മീരിന്റെ കഥ നിങ്ങളൊന്ന് ഓർത്തു നോക്കുക. പട്ടാളക്കാർക്ക് പോലും വാഹനങ്ങളുമായിട്ട് അതുവഴി പോകാൻ സാധിക്കാതിരുന്ന കാലമുണ്ടായിരുന്നു. പട്ടാളക്കാരെ ജീപ്പിൽ കെട്ടിയിട്ട് നാട്ടുകാർ തല്ലുന്ന, അല്ലെങ്കിൽ തീവ്രവാദികൾ തല്ലുന്ന, വെട്ടുന്ന സമ്പ്രദായമുണ്ടായിരുന്നു. കാശ്മീരിലെ യുവാക്കളുടെ തൊഴിലില്ലായ്മയെ ചൂഷണം ചെയ്തുകൊണ്ട് പാകിസ്ഥാനിലെ പ്രസ്സുകളിൽ അടിക്കുന്ന 500 രൂപയുടെ കറൻസി ധാരാളമായി താഴ്വരയിൽ വിതറി കല്ലേർ, സ്റ്റോൺ പെൽറ്റിംഗ്. ഒരു രക്ഷയുമില്ല. പട്ടാളക്കാർക്കും പോലീസുകാർക്കും നിവൃത്തിയില്ല. കാരണം ലാത്തി ചാർജ് ചെയ്യാനോ വെടിവെക്കാനോ പോകുമ്പോൾ കൊച്ചു കുട്ടികളാണ്, 15, 16, 17, 18 വയസ്സുള്ള കൊച്ചു കുട്ടികൾ കല്ലെടുത്ത്, വലിയ കല്ലുകളെടുത്ത് പട്ടാളത്തെ എറിയാണ്. അവരെ വെടിവെക്കാൻ പറ്റുമോ? ആ കുട്ടികളുടെ കാര്യമൊന്നും ഓർത്ത് നോക്കും. ഏതെങ്കിലും ഒരു ഭരണകൂടത്തിന് കുട്ടികളെ വെടിവെച്ച് കൊല്ലാൻ പറ്റുമോ? ആ കുട്ടികളെയും അമ്മമാരെയും മറയാക്കിക്കൊണ്ട് കാശ്മീരിനെ തീവ്രവാദത്തിന്റെ കേന്ദ്രമാക്കി മാറ്റിയ കാലഘട്ടം. ഇന്ന് കാശ്മീർ എവിടെ നിൽക്കുന്നു നിങ്ങളൊന്ന് ഓർത്തു നോക്കുക. 370-ാം വകുപ്പ് മാറ്റി, കല്ലേറുകളില്ല, കാശ്മീരിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ, ടൂറിസം ശക്തിപ്പെടുന്നു, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു, കുട്ടികൾ സ്കൂളിൽ പോയി തുടങ്ങിയിരിക്കുന്നു, കല്ലെറിഞ്ഞ കൈകളിൽ ലാപ്ടോപ്പുകൾ വന്നുകൊണ്ടിരിക്കുന്നു. ഇന്ന് കാശ്മീരിൽ കല്ലെറിയാൻ ആരെയും കിട്ടില്ല. നമുക്ക് രാഷ്ട്രീയപരമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും, നമുക്ക് മതപരമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും. ഇവിടെ ശ്രീ ഇന്ദുചൂടൻ സൂചിപ്പിച്ചതുപോലെ ഭാഷാപരമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും. അതെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് ഭാരതത്തിന്റെ ഭരണഘടനയെ ഉയർത്തിപ്പിടിക്കാൻ, ആ ഭരണഘടന നൽകുന്ന സ്വാതന്ത്ര്യത്തെ ഉയർത്തിപ്പിടിക്കാൻ, തീവ്രവാദമുണ്ടെങ്കിൽ എന്ത് സ്വാതന്ത്ര്യം, നിങ്ങൾ എന്ത് ധൈര്യത്തിലെ പുറത്തിറങ്ങാൻ, നിങ്ങളുടെ അവകാശങ്ങൾ വിനിയോഗിക്കാൻ സാധിക്കില്ല. ആ സ്വാതന്ത്ര്യം അർത്ഥവത്താക്കണമെങ്കിൽ തീവ്രവാദം പൂർണ്ണമായിട്ടും നീക്കം ചെയ്യപ്പെടണം. അങ്ങനെ നീക്കം ചെയ്യപ്പെടാൻ ഭാരതത്തിലെ ജനത ഒറ്റക്കെട്ടായി ഒരുമിച്ച് നിന്ന് ഇതിനെതിരെ പോരാടണം. ഏതെങ്കിലും ഒരു ചെറിയ വിഭാഗം പോലും അതിന് വിരുദ്ധമായിട്ട് നിന്നാൽ, അല്ലെങ്കിൽ തീവ്രവാദത്തിനെതിരെ ഉള്ള യുദ്ധത്തിൽ മാറി നിന്നാൽ അത് തീവ്രവാദത്തിന്റെ വിജയമായിരിക്കും. അതുകൊണ്ട് തീവ്രവാദം ഇന്ത്യയിൽ കുറഞ്ഞു വരികയാണ്. തീവ്രവാദത്തിനെതിരെ ലോകത്തുണ്ടാകുന്ന മുന്നേറ്റത്തിന്റെ നേതൃത്വം ഇന്ന് ഭാരതത്തിനാണ്. ആ ഭാരതത്തിന്റെ നേതൃത്വത്തിൽ തീവ്രവാദത്തെ ഭൂമുഖത്ത് നിന്നും പൂർണ്ണമായും നിഷ്കാസനം ചെയ്യാനുള്ള ശ്രമങ്ങളിൽ ഭാരതീയർ എന്നുള്ള നിലയ്ക്ക് നാം ഒറ്റക്കെട്ടായി നിന്ന്, ഒരാൾ പോലും മാറി നിൽക്കാതെ തീവ്രവാദത്തിനെതിരായി സീറോ ടോളറൻസ് നിലപാടെടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും രാമചന്ദ്രനും, സ്വർഗീയ രാമചന്ദ്രനും, ഞാനും നിങ്ങളുമൊക്കെ ആഗ്രഹിക്കുന്ന തരത്തിൽ ഭാരതം ലോകത്തിന്റെ നെറുകയിൽ നേതൃസ്ഥാനത്ത് നിന്നുകൊണ്ട് ലോകശാന്തിക്കായി, ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന നമ്മളുടെ ആപ്തവാക്യത്തിന്റെ സാക്ഷാത്കാരത്തിനായിട്ട് നമുക്ക് സാധിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ശ്രീ രാമചന്ദ്രന്റെ ബലിദാനത്തിന്റെ സ്മരണകൾക്ക് മുന്നിൽ പുഷ്പാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നമസ്കാരം.